നെടുമങ്ങാട്ടെ വാഹനാപകടത്തിൽ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ അരുൾ ദാസ് കസ്റ്റഡിയിൽ. അപകടശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. അപകട സമയത്ത് ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. AV ജയശങ്കർ നെടുമങ്ങാട്ടെ അപകട സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. എനിക്ക് മുന്നിൽ കാണുന്ന ഈ വളവിലൂടെ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ്സാണ് ഈ ഓടയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി 10:30 ആണ് ഈ ഒരു അപകടം സ്ഥിരീകരിക്കുന്നത്. ഈ അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തി. ആ രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വലിയ തോതിൽ കുറയ്ക്കാനായത്. അപകട സമയത്ത് തന്നെ ബസ്സിലുണ്ടായിരുന്ന 49 പേരെയും രക്ഷപ്പെടുത്താനായി. പോലീസും ഫയർഫോഴ്സും ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. അത്രമാത്രം വേഗത്തിലാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓടയിലേക്കാണ് ഈ ബസ് മറിയുന്നത്. ബസ്സിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും മറിയുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ബസ്സിൻ്റെ ഗ്ലാസ് ചില്ലുകളും മറ്റും ഇവിടെയുണ്ട്. ഈ ഓടയിൽ മുഴുവൻ ആ ചില്ലുകൾ നിറഞ്ഞിട്ടുണ്ട്. ഈ ഓടയ്ക്ക് സമീപം ബസ്സിൻ്റെ സീറ്റ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്. ബസ്സിൻ്റെ ചില്ലുണ്ട്. ഒപ്പം തന്നെ യാത്രക്കാരുടെ ചെരുപ്പുകളും മറ്റും ഈ റോഡ് സൈഡിൽ വലിയൊരു ദുഃഖമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. അപകടത്തിൽ ഈ 28ഓളം പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. SIT ആശുപത്രിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലും ആളുകൾ ചികിത്സയിലാണ്. എന്തായാലും പക്ഷേ ഇവരുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല. ഒരു മരണമാണ് ഈ അപകടത്തിൽ എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. ചേട്ടാ, അമിത വേഗതയായിരുന്നു അപകടം? വണ്ടി സ്പീഡുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നപ്പോഴേ ഈ റോഡിൻ്റെ ഈ ഒരു ബെൻഡുണ്ടല്ലോ, അതിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഷടം ബ്രേക്ക് ചെയ്ത് അങ്ങനെയാണ് വണ്ടി വാരിയത്. അങ്ങനെ വാരിയാണ് ഇവിടെ ഒന്നും അടിച്ചു വീഴുന്നത്. പൊതുവെ ഒരു അപകട മേഖലയാണ്. ഇവിടെ നേരത്തെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. കാര്യം ഈ കൊടും വളവായണ്ടേ, ഈ ടൈം തിരിഞ്ഞു വരുന്നതും ദ്രവം കൊണ്ട് വാരികളയാണ്. അതായത് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് വണ്ടി അമിത വേഗതയിലായിരുന്നു എന്നാണ്. എന്തായാലും ഈ ബസ്സിൻ്റെ ഡ്രൈവർ അരുളിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ തന്നെ പോലീസിനോട് വണ്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു, വണ്ടി അമിത വേഗതയിലാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് പിന്നീടാണ് തീരുമാനിക്കുക. എന്തായാലും ഡ്രൈവർ ഈ അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്. അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചത് നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം തന്നെ ഇടപെടലെന്ന് ഒറ്റ വാക്കിൽ പറയാം. എന്തായാലും ഈ റോഡിലൂടെ നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വണ്ടികളെല്ലാം തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഈ വളവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.